പകർച്ചവ്യാധിയെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തതിന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചു വന്ന ക്രൈസ്തവ ബ്ലോഗർ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ടും തിരികെ എത്തിയില്ല. ചൈനയിലെ ഷാങ്ഹായിൽ നിന്നുള്ള മനുഷ്യാവകാശ പ്രവർത്തകയായ ഷാങ് ഷാനെയാണ് കാണാതായിരിക്കുന്നത്. 40-കാരിയായ ഷാങ് ഷാൻ 4 വർഷത്തെ ജയിൽവാസത്തിന് ശേഷം ഇക്കഴിഞ്ഞ ദിവസം മോചിതയാകേണ്ടതായിരുന്നു. എന്നാൽ ഷാങ്ഹായിലെ വനിതാ ജയിലിൽ നിന്ന് ഒരു വാർത്തയും ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ജയിൽ ശിക്ഷയ്ക്ക് ശേഷം മറ്റെവിടെയെങ്കിലും തടവിൽ പാർപ്പിച്ചിരിക്കാമെന്നാണ് വീട്ടുകാർ കരുതുന്നത്. 2020 ഫെബ്രുവരി മുതൽ 3 മാസത്തോളം കോവിഡിൻ്റെ പ്രഭവ കേന്ദ്രമായ വുഹാനിൽ നിന്ന് പത്രപ്രവർത്തക എന്ന നിലയിൽ 100ഓളം വീഡിയോകൾ പ്രസിദ്ധീകരിക്കുകയും അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് അവർ ഉത്തരം നൽകുകയും ചെയ്തു. 2020 മെയ് മാസത്തിൽ അവർ അറസ്റ്റിലായതോടെ പകർച്ചവ്യാധിയെക്കുറിച്ചുള്ള വാർത്തകൾ പ്രചരിപ്പിച്ചതിന് ശിക്ഷിക്കപ്പെട്ട ആദ്യത്തെ ബ്ലോഗറായി അവർ മാറി. മനുഷ്യാവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങൾ കാരണം അഭിഭാഷക കൂടിയായ ഷാനിൻ്റെ ലൈസൻസ് പ്രാദേശിക അധികാരികൾ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഗ്രേറ്റ് ബ്രിട്ടൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫ്രീ ഷാങ് ഷാൻ ക്യാമ്പയിൻ പുറത്തിറക്കിയ കുറിപ്പിലാണ് ഷാൻ ഇതുവരെയും മോചിതയായിട്ടില്ലെന്ന് അറിയിച്ചിരിക്കുന്നത്. ഷാൻ്റെ കുടുംബം സമ്മർദ്ദത്തിന് വിധേയരാണെന്നും മാധ്യമങ്ങൾക്ക് അഭിമുഖങ്ങൾ നൽകരുതെന്ന് കർശനമായി വിലക്കിയിട്ടുണ്ടെന്നും കുറിപ്പിൽ പറയുന്നു. മനുഷ്യാവകാശ സംരക്ഷകരെയും അവരുടെ കുടുംബങ്ങളെയും ചൈനീസ് സർക്കാർ ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്ക് വിധേയരാക്കുന്നത് തികച്ചും അപലപനീയമാണെന്ന് ക്യാമ്പയിൻ പ്രതികരിച്ചു. മോചിതരായ ശേഷവും അവരുടെ അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്നതായി അവർ കുറ്റപ്പെടുത്തി. മുമ്പ് ജയിൽ ശിക്ഷ അനുഭവിച്ച പലരും മടങ്ങിയെത്തിയിട്ടില്ല എന്നതാണ് ഷാനിൻ്റെ കാര്യത്തിലുള്ള ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. പൗരോഹിത്യ രൂപീകരണത്തിലും അൽമായരുടെ ശാക്തീകരണത്തിലും ലാളിത്യത്തിനും നിർണായക പങ്കുവഹിച്ച കൊളംബോ അതിരൂപതയുടെ സഹായമെത്രാൻ ബിഷപ്പ് വിൻസെന്റ് മാരിയാസ് ജോസഫ് പിരീസ് അന്തരിച്ചു. 1941 ഒക്ടോബറിൽ ജനിച്ച ബിഷപ്പ് വിൻസെന്റ് 1972 വൈദികനായി അഭിഷിക്തനായത്. 2001 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായാണ് അദ്ദേഹത്തെ കൊളംബോയിലെ സഹായമെത്രാനായി നിയമിച്ചത്. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്കായി പ്രാർത്ഥിക്കാൻ നിർമ്മിച്ച പ്രത്യേക ചാപ്പൽ കൂദാശ ചെയ്തു. ഒഹായോയിലെ പാർമയിൽ വ്യോമിംഗ് കാത്തലിക് കോളേജിലാണ് ചാപ്പൽ ഒരുക്കിയിരിക്കുന്നത്. പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികൾക്കായി പ്രാർത്ഥിക്കാൻ 2017 ആദ്യത്തെ ചാപ്പൽ ന്യൂയോർക്ക് സിറ്റിയിലെ സെൻറ്റ് മൈക്കിൾ ഇടവകയിൽ കൂദാശ ചെയ്തത്. ഇത്തരത്തിലുള്ള ലോകത്തിലെ 5ാമത്തെ ചാപ്പലാണ് ഇപ്പോൾ കൂദാശ ചെയ്തിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികൾ പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളെക്കുറിച്ച് ശ്രദ്ധാലുക്കളാണെന്ന് ഉറപ്പു നൽകാനാണ് ഇത്തരം ചാപ്പലുകൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. പ്രായമായവരുമായി അടുക്കുന്നതിലൂടെയും കുടുംബത്തിലും സമൂഹത്തിലും സഭയിലും അവർക്കുള്ള പകരം വയ്ക്കാനാവാത്ത പങ്ക് തിരിച്ചറിയുന്നതിലൂടെയും നമുക്ക് കൃപയ്ക്കുമേൽ കൃപ ലഭിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ ആഗോള വയോജന ദിനത്തിനൊരുക്കമായി പ്രസിദ്ധീകരിച്ച സന്ദേശത്തിലാണ് പാപ്പ ഇക്കാര്യം പരാമർശിച്ചിരിക്കുന്നത്. വാർദ്ധക്യത്തിൻ്റെ മാഹാത്മ്യം സമൂഹത്തിൽ എടുത്തു കാണിക്കുന്നതിനും വൃദ്ധരായവരെ ആദരിക്കുന്നതിനുമായി ഫ്രാൻസിസ് പാപ്പായാണ് വയോജന ദിനത്തിന് സഭയിൽ ആരംഭം കുറിച്ചത്. ഈ വർഷം ജൂലൈ 28 ആഗോള വയോജന ദിനമായി സഭ ആചരിക്കുന്നത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.